ഹലോ, നല്ല നമസ്കാരം. ആമസോൺ പ്രൈമിൽ ഒക്ടോബർ 6 റിലീസായിട്ടുള്ള OTT സിനിമയാണ് അഗ്നി. പ്രതീക് ഗാന്ധിയും ദ്വിവേദുവും ജിതേന്ദ്ര ജോഷിയും പ്രധാന വേഷത്തിൽ എത്തിയ, അതോടൊപ്പം തന്നെ രാഹുൽ ദോലഗി സംവിധാനം ചെയ്ത, വലിയ മാസുകളൊന്നുമില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് അഗ്നി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാം എന്നതിനപ്പുറം വലിയ സംഭവമൊന്നുമല്ല. ഒരു 3 മാർക്ക്, 5-ൽ ഒരു 3 മാർക്ക് നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നല്ല സിനിമ എന്ന് മാത്രമേ പറയാനുള്ളൂ. തമിഴിൽ 100, മലയാളത്തിൽ ഫയർമാൻ, തെലുങ്കിൽ എമർജൻസി, അങ്ങനെ ഈ 3 സിനിമകളുടെയും പല സീനുകളും ഇതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്ക് അനുസരിച്ചിട്ട് അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇതിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഫയർ സർവീസ് ഉദ്യോഗസ്ഥന്മാർ കടന്ന് കട്ടയടിക്കുന്ന പല സാധനങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ തുടക്കത്തിൽ കുറേ നല്ല സീനുണ്ട്. ഒരു 15 മിനിറ്റ് അഗ്നി എന്ന് എഴുതി കാണിക്കുമ്പോൾ വരെയുള്ള ആ ഒരു 15 മിനിറ്റ് അതിന് നമ്മളെ നന്നായിട്ട് തന്നെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഷോട്ടുണ്ട്, തുടക്കത്തിൽ പേരെഴുതി കാണിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഷോട്ടുണ്ട്. ഒരു 3-3.5 മിനിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ആ ഒരു സീന് ഒറ്റ ഷോട്ടാണ്. നല്ല മനോഹരമായിട്ടാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഒറ്റ ഷോട്ട് എന്ന് പറയുമ്പോൾ അത് പിന്നെ കട്ടോ ഇതൊന്നുമില്ലാതെ തന്നെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നോൺ സ്റ്റോപ്പായിട്ട് ഒറ്റ ഷോട്ടാണ് എന്ന് അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒറ്റ ഷോട്ടാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റിലെ വരുന്ന ആ ഒരു ഫയറിൻ്റെ ആ ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുന്ന ആ ഒരു സംഭവമൊക്കെ വളരെ സ്റ്റൈലായിട്ടാണ് അതിൻ്റെ ടെക്നിക്കൽ ഇതും അതോടൊപ്പം തന്നെ കളർ ഗ്രേഡിങ്ങും ഒക്കെ നന്നായിട്ടാണ് അതിൻ്റെ ഇത് ചെയ്തിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ അല്പം മേക്കപ്പ് ഇത്തിരി മോശമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൗണ്ട്, ഞാൻ ഹോം തിയേറ്ററിലായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തു. സൗണ്ടും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില്ലനെ മുൻകൂട്ടി തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് അതിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ്. പിന്നെ ഇത്തിരി ലാഗായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ പോലീസും ഫയർ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ ചില വിഷയങ്ങൾ, അത് മാത്രമാണ് അല്പമെങ്കിലും എനിക്ക് ബോറായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം തന്നെ സിനിമയെ നന്നായിട്ട് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. നന്നായിട്ട് തന്നെ അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണോ എന്നെനിക്ക് സംശയം തോന്നി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ ലാഗൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് OTTയിൽ തന്നെ റിലീസ് ചെയ്യേണ്ട സിനിമയാണ് എന്ന് മനസ്സിലായി. പക്ഷേ സമയം കളഞ്ഞാലും നഷ്ടമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു മനോഹരമായ സിനിമ. താങ്ക് യു.